ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് വേറെ ആരുടെയും കൂടെയല്ല, നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് അമ്മയുടെ കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് ചലഞ്ചുമായിട്ടാണ്. സോ ഇതിൻ്റെ ചലഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിതിൽ 1 മുതൽ 5 വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലോട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തപ്പോൾ 1 കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കും. അപ്പോൾ അതിൽ ഏതാണ് കിട്ടുന്നത് അത്രയും സ്നാക്സ്, അതായത് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ 1 കിട്ടിയെങ്കിൽ 30 മിനിറ്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എത്ര ഫുഡ് ഐറ്റം ഉണ്ട്, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ ടൈമർ വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചലഞ്ചിലോട്ട് പോകാം. നമ്മളിന്ന് ചലഞ്ച് ചെയ്യുന്നത് ഞാനും പൊന്നനും അതുപോലെ അമ്മയും കൂടിയിട്ടാണ്. ഇതിൽ ലോട്ട് ഇട്ടിട്ട് ആർക്കൊക്കെ ഏതൊക്കെയാണ് കിട്ടുക നോക്കാം. അപ്പോൾ അമ്മ ഫസ്റ്റ് എടുക്കും. നമ്മൾ 3 പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്നോക്കാം. അമ്മയ്ക്ക് 4. അമ്മയ്ക്ക് 4 എത്രയായാലും സിമ്പിൾ. പൊന്നൻ്റെ 2. എനിക്ക് എത്രയാണ് കിട്ടുക നോക്കാം. 5 5 ഉണ്ടാക്കുക സിമ്പിളാ. അപ്പൊ എനിക്ക് 5 ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത്. ഇതിൽ പെട്ടത് ഞാൻ. അമ്മക്ക് കുഴപ്പമുണ്ടോ ഇത് ചെയ്യാൻ? കുഴപ്പമില്ല. അപ്പൊ ഗായ്സ്, നമ്മുടെ ചലഞ്ച് ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്കാണ് 5 കിട്ടിയിട്ടുള്ളത്, അമ്മയ്ക്ക് 4, ചേച്ചിക്ക് 2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 5 സ്നാക്സ് ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ അരമണിക്കൂർ വെച്ചാണ് ടൈം കൊടുക്കുന്നത്. അപ്പോൾ 5 ഉണ്ടാക്കാൻ 2.5 മണിക്കൂർ ടൈമാണ് ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലുതും തുടങ്ങാനാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട ആൾ ഫസ്റ്റ് തുടങ്ങുക, പിന്നെ സെക്കൻഡ്, അങ്ങനെ തുടങ്ങാൻ. അപ്പോൾ ആദ്യം ഞാനാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടൈം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ടൈം സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് 5 സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നു പഴം വെച്ച് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ കമോൺ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ 5 ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് 2-3 വെച്ച് ഉണ്ടാക്കുന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ പഴം പൊരിക്കുള്ള മാവും നമ്മുടെ പഴം ഇവിടെ റെഡിയുണ്ട്. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഗായ്സ്, നമ്മുടെ ഫസ്റ്റത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 6 മണി ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫുഡ്. അപ്പോൾ ഇനി അമ്മയുടെയും കൂടി ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ആവാണ്. അപ്പോൾ അമ്മയ്ക്ക് 4 ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ അതിനുള്ളത് നമുക്ക് റെഡിയാക്കാം. അമ്മ എന്തുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഗോതമ്പ് വെച്ചിട്ടുള്ളത് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. 4 ഉണ്ടാക്കണം കേട്ടോ. 1 ഗോതമ്പ് വെച്ചിട്ടുള്ളത്, പിന്നെന്താ? പിന്നെ അരിപ്പൊടി, പിന്നെ നോക്കട്ടെ, ആലോചിക്കട്ടെ. അപ്പോൾ അമ്മ ഇവിടെ ആലോചിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇവിടെ നമ്മുടെ മെയിൻ സാധനം വേവിക്കാൻ വെച്ചേക്കാണ്. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത്. ഈ ചലഞ്ച് ശരിക്കും അമ്മയാണ് കണ്ടുപിടിച്ചാണ് കേട്ടോ. അമ്മയാണ് ഈ ഗെയിം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എനിക്കാണ്. അപ്പോൾ ഗൈസ്, അടുത്തായിട്ട് ഞാൻ ഇതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കി വരുമ്പോൾ ഇതാവോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം. ഗായ്സ്, ഞാനിവിടെ നോക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണ് അമ്മ? അമ്മ അങ്ങനെ ഫസ്റ്റത്തെ വളരെ സക്സസ്ഫുള്ളി ഫ്ലോപ്പ് ആക്കിയിരിക്കുകയാണ്. 2ാമത്തത് ഇവിടെ കറക്റ്റായിട്ട് ആവുന്നുണ്ട് തോന്നുന്നുണ്ട്. അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. യൂട്യൂബിൽ കണ്ട എന്തോ സാധനമാണെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഗായ്സ്, പൊന്നനിവിടെ അരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. പൊന്നന് വെറും 2 സാധനങ്ങൾ ഉണ്ടാക്കണ്ടോ? 2 എൻ്റെ എക്സ്പീരിയൻസ്. സൂപ്പർ. അപ്പോൾ പൊന്നനോട് ഉള്ളിയരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊന്നൻ ആദ്യമായി അടുക്കളയിൽ കയറിയ സന്തോഷത്തിൽ നമ്മളിതാ
ബാക്കി കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്കാണ് ഏറ്റവും ഇഷ്ടമായത്. നമുക്ക് എന്താ പറയാനുള്ള ഈ ചലഞ്ചിനെ കുറിച്ച്? എനിക്ക് ചലഞ്ച് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെ അങ്ങനെയെങ്കിലും ഒന്ന് അടുക്കളയിൽ കയറ്റാണ്. അപ്പോൾ പൊന്നന് ഇവിടെ 2 സാധനങ്ങളാണ് ഉണ്ടാക്കാനായിട്ടുള്ളത്. എന്താ ഉണ്ടാക്കണത് പൊന്ന? ഞാൻ നോക്കട്ടെ. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയൂലേ? അങ്ങനെ പറയും. അപ്പോൾ ഗായ്സ് നമ്മുടെ ചലഞ്ചിന് വെറും അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 8 മണി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് ഇവിടെ തീരുന്നതാണ്. അമ്മയുടെ എത്ര ഉണ്ടാക്കി കഴിഞ്ഞു? 3 എണ്ണം. 3 എണ്ണം. എന്തൊക്കെയാ സർപ്രൈസാ? അപ്പോൾ ഗായ്സ് നമ്മുടെ സമയം ഇപ്പോൾ ഇത് മണിയാവാൻ ഒരു 5 മിനിറ്റ് മാത്രം ബാക്കി. അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കാൻ കിട്ടിയത് 5 എണ്ണം. പക്ഷെ എൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അമ്മയ്ക്കും പന്തനും ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് ഐറ്റംസ് നോക്കാം. Fire went out, lights went out. Scream so loud. വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പൊന്ന ഉണ്ടാക്കി ഒരെണ്ണം നൈസായിട്ട് നാശമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പകരം പൊന്നൻ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിന്റെ വിധികർത്താവ് വേറെ ആരുമല്ല, അച്ഛനാണ്. അപ്പം അച്ഛനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്നിട്ട് ബ്രെഡും ഓംലെറ്റ്, പിന്നെ മുട്ടച്ചിരല്, ഗുലാബ് ജാമ്, പഴംപൊരി, പിന്നെ ഇത് എന്താ പൊട്ടാറ്റോ ലോലിപോപ്പ്, അങ്ങനെ സാധനം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അമ്മ ഉണ്ടാക്കിയത് ഏതൊക്കെയാ? ഞാൻ ഉള്ളിവട, പിന്നെ കൈപ്പത്തിരി, പിന്നെ ഗോതമ്പൊടി കൊണ്ട്, പിന്നെ കൊഴുക്കട്ട. പൊന്നന് 2 എണ്ണം. ഞാൻ ഉണ്ടാക്കിയത് സാൻഡ്വിച്ച്, അരിപ്പൊടി കൊണ്ട് വറുത്തിട്ട്. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. മുട്ടത്തോളം കുഴപ്പമില്ല. ഇത് മറയിലൊക്കെ ഇന്ന് വയ്ക്കാം, അതാ കുഴപ്പമില്ല. പിന്നെ കൊഴുക്കട്ട പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കണമല്ല, സ്ഥിരമല്ല ഇടയ്ക്ക് കഴിക്കണ്ട. കൊഴുക്കട്ട നല്ല രസമുണ്ട്. കൊഴുക്കട്ട അമ്മ ഉണ്ടാക്കിയതാ. അതിലും ഇലക്കാരും ഇതിനൊക്കെ കുത്തു വരുന്നത് കുഴപ്പമില്ല. ഇത് എന്താ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ലോലിപോപ്പ്. ലോലിപോപ്പാണ്, പക്ഷെ കോല ഞാൻ കുത്തിയില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതും കേൾക്കണതും. കുഴപ്പമില്ല. ആദ്യം ഉണ്ടാക്കണമെങ്കിൽ അത് കുഴപ്പമില്ല. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഇത് അമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പൊടി അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഇതാണ്. മൊത്തത്തില് എന്തായാലും അതിപ്പോ ആരുണ്ടാക്കിയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കണ നിലയ്ക്ക് അച്ചുമണിക്ക് തരണം. ആദ്യമായിട്ട് അമ്മ സ്ഥിരമായി ഉണ്ടാക്കണം, അതുകൊണ്ട് ഈ കോഴിക്കോട്ട് ഇതൊക്കെ ഉണ്ടാക്കണമല്ല സ്ഥിരമായിട്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് സെക്കൻഡ്, തേർഡ് പെണ്ണ്. ഈ ചലഞ്ച് പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ചലഞ്ച് ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം നല്ല പാടാണ്. വീഡിയോയില് വെറും പകുതി പോലും എടുത്തിട്ടില്ല നമ്മള്, ബാക്കിയുള്ളത് ഫുള്ള് എടുത്തിട്ടില്ല. വീഡിയോയിൽ നമ്മൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതിൽ തന്നെ അതുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടിട്ട് ഫുള്ള് പറയാൻ പറ്റില്ല. പക്ഷെ ഈ കുക്കിംഗ് ചലഞ്ച് ഇനി അടുത്ത കാലത്തേക്കൊന്നും നമ്മൾ എടുക്കുന്നതല്ലേ. ഈ ചലഞ്ച് നമുക്ക് പറഞ്ഞു തന്നത്, ഈ ഐഡിയ കൊണ്ടുവന്ന ആൾ അമ്മയാണ്. അപ്പൊ അമ്മോട് തന്നെ ചോദിക്കാം ചലഞ്ചിന്റെ റിവ്യൂ. എനിക്ക് നല്ല ഇഷ്ടമായി.
സഹായിക്കാറുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണത് ഇവരാദ്യം. പൊന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാറില്ല, അത് കറക്റ്റ്. അപ്പോൾ ഇനി നമ്മളിനി കഴിക്കാൻ പോവാണ്. പിന്നെ ഇത് കഴിക്കുന്ന പണി മാത്രമല്ലോ. അപ്പോൾ നമുക്ക് ഈ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.